ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബീച്ചിലോട്ടാണ്. കൈറ്റ് ബീച്ചിലോട്ട്. രാമ സെന്ററിന്റെ ഓപ്പോസിറ്റ് നിന്ന് 88 ബസ്സിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ 88 നമ്പർ ബസ് വന്നു. ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിലോട്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഗായ്സ്, നമ്മുടെ പ്ലാനിൽ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ജുമേറ ബീച്ചിലോട്ടാണ് പോകുന്നത്. കൈറ്റ് ബീച്ചിലോട്ട് ഇനിയുണ്ട് അത്ര കുറേ പോകാനായിട്ട്. പ്ലാൻ ചെയ്ത് ജുമേറ ബീച്ചിലോട്ട് പോവാണ്. ഗായ്സ്, ഇതാണ് എൻ്റെ റൂംമേറ്റ്. പറയൂ, പേര് പറയൂ. അഞ്ജലി, അശ്വതി, സൂര്യ. ഓക്കെ, അത് സൂര്യയുടെ ഫ്രണ്ടാണ്. എല്ലാവരും കൂടിയാണ് വരുന്നത്. ആ 88 ഡ്രൈവർ ഇന്നെങ്ങും എത്തിക്കണ്ടെന്നുള്ള രീതിക്കാണ് അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റോപ്പിലും കുറേ നേരമൊക്കെ നിർത്തിയിട്ട് ഈ ടൈമിൽ കൈറ്റ് ബീച്ചിൽ എത്തേണ്ട ടൈമായി ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി ജുമേറയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബീച്ച് എത്തിയിട്ട് കാണാം. ബസ് ഇറങ്ങിയതും ഓപ്പോസിറ്റ് തന്നെ നമുക്കിങ്ങനെ ഒരു പള്ളി കാണാൻ പറ്റുമായിരുന്നു. അവിടെ തന്നെ ജുമേറ ബീച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നേരെ ഈ ബീച്ചിലോട്ട് എത്താവുന്നതാണ്. JBR ബീച്ചിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു ഈ ബീച്ച്. അങ്ങനെ ഫിറ്റ് ചെക്കൊക്കെ ചെയ്ത് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. ഇതൊരു ഫാമിലി ബീച്ചാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ ക്രൗഡഡ് അല്ലാതെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് പ്ലാൻസിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ജുമേറ. നമ്മളെല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലോട്ട് വന്നേക്കുന്നത്. ഇതിനു മുന്നേ ആരും ഈ ബീച്ചിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയയും ആർക്കും ഉണ്ടായിരുന്നില്ല. കൈറ്റ് ബീച്ചിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താതെ ആയപ്പം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് നിയറസ്റ്റ് ലൊക്കേഷനിൽ ഈ ബീച്ചാണ് കണ്ടത്. അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയതും ഈ ബീച്ചിലോട്ട് നമ്മൾ വന്നതും. ഞാൻ കുറേ നാളായി ഞാൻ ബീച്ചിൽ ഇറങ്ങിയിട്ട്. ഭയങ്കര എന്തോ കുറേ നാൾക്ക് ശേഷം ഞാൻ ബീച്ചിൽ ഇറങ്ങിയത്. ബീച്ചിൽ പോകാറുണ്ട്, പക്ഷെ ഇറങ്ങാറില്ല. ഓക്കെ, ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. ഇതാണ് എൻ്റെ റൂംമേറ്റ്സ്. അവരൊക്കെ അവിടെ ഫോട്ടോസ്, ആസ്തെറ്റിക് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് ഗൈസ്. ഒത്തിരി നാൾക്ക് ശേഷം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ട് നല്ല ഹാപ്പിയായി. കുറേ ഫോട്ടോസും കുറേ വീഡിയോസും എല്ലാം എടുത്തു. പണ്ടൊക്കെ എപ്പോഴും ബീച്ചിൽ പോകുമായിരുന്നു അച്ഛൻ്റെ ഒപ്പം. കൈയൊക്കെ പിടിച്ച് ഫാമിലിയായിട്ട് നമ്മൾ പോകും. അപ്പോഴെല്ലാം ഞാൻ ബീച്ചിൽ ഇറങ്ങാറുണ്ടായിരുന്നു. ബീച്ചിൽ പോകാനും അവിടെ ഇരിക്കാനും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ഇറങ്ങാനൊന്നും തോന്നാറില്ല. അങ്ങനെ ഞാൻ ഇറങ്ങാറില്ല. ഒത്തിരി വർഷങ്ങളായിപ്പോൾ ഞാൻ ബീച്ചിൽ ഇറങ്ങിയിട്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോഴാണെങ്കിലും ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോകുന്നതെങ്കിലും MBAക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോയപ്പോഴും ഇപ്പോൾ ദുബായിൽ വന്നിട്ടാണെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീച്ചിൽ ഇറങ്ങുന്നത്. മറ്റുള്ളവർ ഇറങ്ങുന്നത് കണ്ടിട്ടോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടോ അല്ല. സോ ഇതെനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആയിരുന്നു. എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുറേ മീനുകളെല്ലാം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം. നമുക്ക് ബീച്ചൊക്കെ പിന്നൊരു ദിവസം വന്ന് വിസിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പോട്ടെ, എന്നാലും നമ്മൾ രാത്രിയെങ്കിലും കരാമെത്തും. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ബീച്ചിൽ നിന്ന് നേരെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് ഇന്ന് സ്കൈ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ സൺസെറ്റിൻ്റെ വ്യൂവും. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് നമ്മൾ ബസ്സിന് തിരിച്ചു പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങോട്ട് പോയതിനേക്കാൾ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗായ്സ്.